Hello my dear friends, a warm welcome back. Yeah, we are moving on with the 30 days NEET challenge associating together with the Target online app, and today it's our last day association meant for this program, and hereby we will deal 3 last chapters of Botany from yours plus 2 syllabi. They are organisms and populations, ecosystem, and the environmental issues. In advance പറഞ്ഞു വെക്കട്ടെ, ഇക്കോളജി ചാപ്റ്റേഴ്സ് കുറച്ച് ഓപ്പൺ എൻഡഡ് ചാപ്റ്റേഴ്സാണ്. വായിക്കുമ്പോഴൊക്കെ വളരെ ഈസി ആണെന്ന് ഫീൽ ചെയ്യും, കേൾക്കുമ്പോഴും ഇതിലെന്തത്ര കാര്യം എന്നാണ് ഫീൽ ചെയ്യുക. ക്വസ്റ്റ്യൻ കണ്ടു തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താ എന്നായിരിക്കും ഫീൽ. സോ ബി കോൺഷ്യസ്. തിയററ്റിക്കലായിട്ടുള്ള വരികളെ വളരെ കോൺഷ്യസ് ആയി മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്ത് വെച്ചോളണം. ഓക്കെ, so shall we move on to the questions? Are you ready? Yes, here comes it. The very first question: at organismic level, which type of ecology exists? എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ സിനിക്കോളജി, physiological ecology, behavioral ecology, and systematic ecology. വേഗം അസസ് ചെയ്യൂ. ഇതിലേതാണ് ഓർഗാനിസമിക് ലെവലിൽ, ജീവികളുടെ ലെവലിൽ, ഇൻഡിവിജ്വൽ ഓർഗാനിസമിൻ്റെ ലെവലിൽ ഏത് ലെവൽ ഓഫ് ഇക്കോളജിയാണ് വർക്ക് ചെയ്യുക എന്ന് പറയൂ. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എൻസൈഡിൽ സ്റ്റേറ്റ്മെൻ്റ് ആയി തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇക്കോളജി ഓഫ് അൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഈസ് purely physiological, deals with the adaptations shown by that organism for the better survival and reproduction in its habitat എന്നതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് NCERT-യിൽ അല്ലേ? അപ്പോൾ ഇതിലെ ഏത് ഓപ്ഷനാണ് നമുക്ക് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക? അത് സിനിക്കോളജി എന്നതാണോ? അല്ല. കാരണം സിനിക്കോളജി എന്നത് ഇക്കോളജി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഇക്കോളജി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇക്കോളജി ഓഫ് കമ്മ്യൂണിറ്റി, അതിനെയൊക്കെയാണ് നമ്മൾ സിനിക്കോളജി എന്ന് പറയാം. ഇക്കോളജി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് സിനിക്കോളജി. ഫിസിയോളജിക്കൽ ഇക്കോളജി എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ലേ? ഇക്കോളജി, ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമിൻ്റെ ഇക്കോളജി അത് പ്യൂർലി ഫിസിയോളജിക്കലാണ്. That deals with the adaptations shown by that organism for the better survival and reproduction in its habitat. അതിനൊരു ഒറ്റ വാക്കും കൂടിയുണ്ട്, അതിൻ്റെ പേര് ഓട്ടിക്കോളജി എന്നാണ്. ഗ്രൂപ്പ് ഓർഗാനിസമിൻ്റെ ഇക്കോളജി സിനിക്കോളജി ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമിൻ്റെ ഇക്കോളജീനെ ഓട്ടിക്കോളജി എന്നാണ് പറയാം. അത് ഫിസിയോളജിക്കൽ ഇക്കോളജിയാണ്. ഡീൽസ് വിത്ത് ദ അഡാപ്റ്റേഷൻസ് ഷോൺ ബൈ ദാറ്റ് ഓർഗാനിസം for the better survival and reproduction in its habitat. Behavioral ecology, അത് ഇത്തോളജി എന്നാണ് അതിൻ്റെ പേര്. ഇത്തോളജി. ഓക്കെ, ബിഹേവിയറിനെ പറ്റിയുള്ള ഇക്കോളജീൻ്റെ പേര് ഇത്തോളജി എന്നാണ്. സിസ്റ്റമാറ്റിക് ഇക്കോളജി എന്നൊക്കെ പറയുമ്പോൾ അത് ലൈക്ക് നമ്മുടെ സിസ്റ്റമാറ്റിക്സ്, ദാറ്റ് മീൻസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു സംഭവമായിപ്പോയി അല്ലേ? ടാക്സോണമി കൺസേൺ, എവല്യൂഷണറിലി റിലേറ്റഡ് ഒക്കെ ആയി. സോ അറ്റ് ഓർഗാനിസമിക് ലെവൽ വിച്ച് ടൈപ്പ് ഓഫ് ഇക്കോളജി എക്സിസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് ഓട്ടിക്കോളജിയാണ്. അത് പ്യൂർലി ഫിസിയോളജിക്കലാണ്. ഡീൽസ് വിത്ത് ദ അഡാപ്റ്റേഷൻസ് ഷോൺ ബൈ ദാറ്റ് ഓർഗാനിസം ഫോർ ദ ബെറ്റർ സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. അപ്പോൾ 2 is the right answer. Yes. Listen to the question. Temperature is the most ecologically relevant environmental factor. ശരിയാണ്. ബിക്കോസ് എല്ലാ എൻസൈം കൈനറ്റിക്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻസൈംസ് ഡീനേച്ചർ ആകുന്നതിനെക്കുറിച്ചും ടെമ്പറേച്ചർ കുറയുമ്പോൾ എൻസൈംസ് ഇനാക്ടിവേറ്റ് ആകുന്നതിനെക്കുറിച്ചും നമ്മൾ വായിച്ചിട്ടുണ്ട്. സോ ടെമ്പറേച്ചർ ഈസ് ദ മോസ്റ്റ് ഇക്കോളജിക്കലി റെലവൻറ്റ് എൻവിയോൺമെൻറ്റൽ ഫാക്ടർ. പക്ക ട്രൂ. In which of the following habitats temperature can exceed 100 degrees Celsius? Tropical desert, thermal springs, deep sea hydrothermal vents,
both 2 and 3 എന്നീ ഓപ്ഷൻസ് ആണുള്ളത്. യെസ്, യു മേ ജസ്റ്റ് കമ്പയർ ദ ഓപ്ഷൻസ് ആൻഡ് try to choose the right answer and lock it in your mind. Let me move on to the explanation. Tropical desertകളിൽ ഈവൻ സമ്മറിൽ ടെമ്പറേച്ചർ ഒരു മോർ ദാൻ 50 ഒക്കെ എത്തിയേക്കാം എന്നേ ഉള്ളൂ, അല്ലാതെ അതിലേറെ ഒന്നുമില്ല, 100-ൽ അധികമൊന്നുമില്ല. തേർമൽ സ്പ്രിങ്സ് 100 degrees എക്സീഡ് ചെയ്യാറുണ്ട്, ഹോട്ട് സ്പ്രിങ്സ് എന്ന തേർമൽ സ്പ്രിങ്സ്. ഡീപ് സീ ഹൈഡ്രോതേർമൽ വെൻസും അതെ 100 degree എക്സീഡ് ചെയ്യാറുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, both 2 and 3. The thermal springs and deep sea hydrothermal vents with the temperature may exceed over 100 degrees. That's it. Shall we move on to the next question? Yes, here comes. Which of the following is not an adaptation for altitude sickness? Altitude sickness ne patti ketittunde, adaptation ne patti padikkunna sthalathu. Options: increase in red blood cell production, decrease in binding capacity of oxygen with hemoglobin, increased breathing rate, increased heart palpitations. ഇതിൽ ഏതാണ് നോട്ട് ആൻ അഡാപ്റ്റേഷൻ? അപ്പോൾ ഒരാൾ മൗണ്ടെയിൻ പ്ലെയിനിൽ നിന്ന് മൗണ്ടെയിൻ ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് ഒരു 2000 meters ഓൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ ഒറ്റയടിക്ക് ഒരാൾ കയറിപ്പോയുള്ള പ്രശ്നം എന്താ? അയാൾക്ക് അവിടുത്തെ ലോ ഓക്സിജനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് നോസിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഫാറ്റിക് ഒക്കെ വരും. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ബോഡി ചില അഡാപ്റ്റേഷൻസ് കാണിക്കാറുണ്ട്. അതിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസ് ഇൻ റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ, അത് ഉള്ളതാണ്. RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഹൈ RBC കൗണ്ട് ആക്കും, കിട്ടുന്ന ഓക്സിജനെ മാക്സിമം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിക്രീസ് ഇൻ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ, അതും ചെയ്യും അല്ലേ. ഓക്സിജൻ്റെ ബൈൻഡിങ് കപ്പാസിറ്റി കൂടിയാൽ ഓക്സിജനെയാണ് ഓക്സിജൻ്റെ ബൈൻഡിങ് കപ്പാസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. അതർവൈസ് എന്താ പ്രശ്നം? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ സംഭവിക്കും അല്ലേ. ബൈൻഡിങ് കപ്പാസിറ്റി കൂട്ടിയാൽ കാർബണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റും കൂടും. അതുകൊണ്ട് ബൈൻഡിങ് കപ്പാസിറ്റി കുറയ്ക്കുക ചെയ്യുക. RBCനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുക. ഇൻക്രീസ്ഡ് ബ്രീത്തിങ് റേറ്റ്, ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യലും ഒരു അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ ഇത് മൂന്നും അഡാപ്റ്റേഷൻസ് ആണ്. ഇൻക്രീസ്ഡ് ഹാർട്ട് പാൽപിറ്റേഷൻസ് അത് ഓവർകം ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ അല്ല, അത് ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിൻ്റെ സിംറ്റം ആണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ NCERT ഈ ഒരു സെൻറ്റൻസ് ഉണ്ട്, പക്ഷെ അത് ഓവർകം ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ അല്ല, അത് ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിൻ്റെ സിംറ്റം ആണ്. അഡാപ്റ്റേഷൻസ് ഇത് മൂന്നുമാണ്. നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അഡാപ്റ്റേഷൻ ഫോർ ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്നാണ്. അപ്പോൾ ഇത് മൂന്നും അഡാപ്റ്റേഷൻസ് ആണ്. ഇത് അഡാപ്റ്റേഷൻ അല്ല, ഇത് ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിൻ്റെ സിംറ്റം ആണ്. ദാറ്റ്സ് വൈ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഇപ്പോൾ ശ്രദ്ധിച്ചോളാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not an adaptation of parasites for assurance of parasite-host interaction? Not an adaptation ആ ചോദിച്ചത് കേട്ടോ. Loss of sensory organs, presence of adhesive organs, loss of digestive system, low reproductive potential എന്നീ ഓപ്ഷൻസ് ഉണ്ട്. Yes, you may compare the options. Choose the right answer. Lock it into your mind and listen back to the explanation. Loss of unnecessary sense organs എന്ന് NCERT പറഞ്ഞിട്ടുണ്ട്. ഒരു പാരസൈറ്റ് ഹോസ്റ്റിൽ സക്സസ്ഫുള്ളായി ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ പാരസൈറ്റിന് അൺനെസസറി സെൻസ് ഓർഗൻസിൻ്റെ ആവശ്യമില്ല, അത് ലോസ് ചെയ്യും. പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് ശരിയാണ്. അറ്റാച്ചിങ് ഓർഗൻസ്, ക്ലിങ്ങിങ് റൂട്ട്സ് പോലെ, ഹോസ്റ്റോറിയ പോലെ, ആനിമൽ പാരസൈറ്റ് ആണെങ്കിൽ സക്കർ പോലെ ഒക്കെയുള്ള അഡ്ഹസീവ് ഓർഗൻസ് ഉണ്ടാവും. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആവും. എന്തുകൊണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല, ഹോസ്റ്റിൽ നിന്ന് ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസിനെയാണ് പാരസൈറ്റ് ചൂസ് ചെയ്യുന്നത്.
ലോ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ അല്ല, മറിച്ച് ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ആണ് പാരസൈറ്റുകൾ കാണിക്കാറ്. അതുകൊണ്ട് ആൻസർ ഇതാണ്. ലോ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ അല്ല, റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഹൈ ആക്കുക ചെയ്യുക. കുറേ മക്കളെ പാരസൈറ്റ് ഉണ്ടാക്കിയാലേ അത് ഓപ്റ്റിമലായി അതിൻ്റെ ഹോസ്റ്റിനെ കണ്ടെത്തി അസോസിയേറ്റ് ചെയ്ത് സർവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി കൂട്ടലാണ് പതിവ്. സോ അതാണ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following match is incorrect for commensalism interaction? Commensalism interaction incorrect match ഏതാ? തെറ്റാ കണ്ടുപിടിക്കേണ്ടേ. Options: epiphytes on trees, മരങ്ങളുടെ മേലെ വളരുന്ന ചെടികൾ. Egrets with grazing cattle. Egret കൊക്കാണ്, പക്ഷിയാണ്, കൊക്കാണ്. ഓക്കെ, ഒരു ഗ്രേസിംഗ് കാറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നാലെ നടക്കുന്ന പക്ഷി. ഹെർമിറ്റ് ക്രാബ് ആൻഡ് സീ അനിമൻ, ചെറിയ ക്ലാസ് മുതൽ കേൾക്കാറുണ്ട്. സീ അനിമൻ ആൻഡ് ക്ലോൺ ഫിഷ്. ക്വസ്റ്റ്യൻ എന്താ? which is incorrect match for commensalism. Commensalism interaction എങ്ങനെയാണെന്ന് അറിയാലോ മക്കളെ. ഒരു +0 ഇൻറ്ററാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? commensalism. ഒരാൾക്ക് ബെനഫിറ്റഡ് ആണ്, മറ്റൊരാൾക്ക് ന്യൂട്രൽ ആണ്. neither benefited nor harmed. Epiphytes on trees like orchids. ഓർക്കിഡ് പോലത്തെ എപ്പിഫൈറ്റ്സ് വേറെ മരങ്ങളുടെ മേലെ ജീവിക്കുമ്പോൾ ആ വലിയ മരത്തിന് ഗുണമില്ല, ദോഷമില്ല, ന്യൂട്രലാണ്, 0 ആണ്. പക്ഷെ ഓർക്കിഡിന് ഒരു റെസിഡൻസ് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്, പ്ലസ് ആണ്. അവിടുന്ന് ഫുഡൊന്നും വലിച്ചെടുക്കുന്നുമില്ല. ഓർക്കിഡ് സ്വന്തം വെലാമിൻ റൂട്ട് കൊണ്ട് ഹ്യൂമിഡിറ്റി ഒക്കെ അപ്ടേക്ക് ചെയ്ത് സ്വന്തം ഫുഡ് ഉണ്ടാക്കുക ചെയ്യുക. എഗ്രറ്റ്സ് വിത്ത് ഗ്രേസിംഗ് കാറ്റിൽ. ഈ ഗ്രേസിംഗ് കാറ്റിൽ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസിംഗ് കാറ്റിലും ഗ്രാസും തമ്മിലുള്ള ബന്ധം എന്താ? പുല്ല് തിന്നുന്ന, പുല്ല് മേയുന്ന പശു, പശുവും പുല്ലും തമ്മിലുള്ള റിലേഷൻ പ്രിഡേഷൻ. ആ പശുവിൻ്റെ മേലെ കുറേ ഇൻസെക്റ്റുകൾ ഉണ്ടെങ്കിൽ, പ്രാണികൾ, മൈറ്റ്സ് ആൻഡ് ടിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പശുവും പ്രാണിയും തമ്മിലുള്ള റിലേഷൻ പാരസൈറ്റിസം. ആ പ്രാണികളെ തിന്നാൻ വേണ്ടി പക്ഷി വന്നിട്ട്, എഗ്രറ്റ് വന്നിട്ട് പശുവിൻ്റെ മേലെ ഇരുന്നിട്ട് ഇൻസെക്റ്റുകളെ, പാരസൈറ്റുകളെ തിന്നുന്നുണ്ടെങ്കിൽ ആ പക്ഷിയും ഇൻസെക്റ്റും തമ്മിലുള്ള റിലേഷൻ പ്രിഡേഷൻ. പക്ഷിയും പശുവും തമ്മിലുള്ള റിലേഷൻ സിംബയോസിസ്. രണ്ടാൾക്കും ബെനഫിറ്റ് ആണ്. പശുവിന് പാരസൈറ്റ് പോയി കിട്ടും, പക്ഷിക്ക് വിശപ്പ് മാറിക്കിട്ടും, അല്ലേ? പക്ഷേ നടന്നു നീങ്ങുന്ന പശുവിൻ്റെ പിന്നാലെ നടക്കുന്ന പക്ഷി, പശു നടക്കുമ്പോൾ പുല്ലുകൾ അനങ്ങും, അപ്പോൾ ഇൻസെക്റ്റ് ഇങ്ങനെ പറന്നു പൊങ്ങും. ആ ഇൻസെക്റ്റിനെ തിന്നുവാണെങ്കിൽ commensalism. പശുവിന് ഗുണമില്ല, ദോഷമില്ല. പുറകെ നടന്ന് ഇൻസെക്റ്റിനെ പിടിക്കുന്ന പക്ഷിക്ക് ഗുണമുണ്ട്, commensalism. അപ്പോൾ എഗ്രറ്റ് വിത്ത് ഗ്രേസിംഗ് കാറ്റിൽ അത് commensalism ആണ്. ഇതുപോലെ തന്നെ ഹെർമിറ്റ് ക്രാബ് ആൻഡ് സീ അനിമൻ, സീ അനിമൻ ആൻഡ് ക്ലോൺ ഫിഷ്. രണ്ട് സീ അനിമൻ വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സീ അനിമൻ ആൻഡ് ക്ലോൺ ഫിഷിൻ്റെ കാര്യം commensalism ആണ്. കാരണം സീ അനിമൻസിൻ്റെ ആ നീഡിൽ ലൈക്ക് ടെൻഡാക്കിൾസിൻ്റെ ഇടയിൽ ക്ലോൺ ഫിഷ് ജീവിക്കുമ്പോൾ സീ അനിമന് ഗുണമില്ല, ദോഷമില്ല, 0 ആണ്, അല്ലേ? പക്ഷെ ക്ലോൺ ഫിഷിന് ബെനിഫിറ്റ് ആണ്, പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാം. ഹെർമിറ്റ് ക്രാബിൻ്റെ മേലെ സീ അനിമൻ ജീവിക്കുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ മ്യൂച്വലിസം ആണ്, സിംബയോസിസ് ആണ്. ഓക്കെ, ഹെർമിറ്റ് ക്രാബ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ റൊഡിമെൻ്ററി റെമനൻസ് സീ അനിമന് കിട്ടും. അതൊരു സീ അനിമൻ്റെ ഗുണം. സീ അനിമൻ മേലെ കോളനൈസ് ചെയ്താൽ ക്രാബിനെ തിന്നാൻ വരുന്ന ഒക്ടോപ്പസ് പോലത്തെ പ്രിഡേറ്ററിൽ നിന്ന് ക്രാബിന് സംരക്ഷണവും കിട്ടും. അപ്പോൾ ഇതൊരു മ്യൂച്വലിസം ആണ്, ഇതൊരു ++ ഇൻറ്ററാക്ഷൻ ആണ്. ബാക്കിയെല്ലാം +0 ഇൻറ്ററാക്ഷൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ commensalismവുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത പേര് ഹെർമിറ്റ് ക്രാബ് ആൻഡ് സീ അനിമൻ ആണ്. അത് സിംബിയോസിസ് ആയതുകൊണ്ട്. Thus 3 is the right option. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസിൻ്റെ ഭാഗം നല്ല ക്രിസ്റ്റലായിട്ട് നോക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not an example of co-evolution? നോട്ട് ആണ്. Orchid and bee, Opentia and Cactophagus moth, Yucca and Pronuba, Wasp and fig. Yes. ഇതിൽ co-evolutionൻ്റെ ഭാഗമല്ലാത്തത് ഏത്? എപ്പോഴാണ് co-evolve ആവുക? രണ്ട് ജീവികൾ തമ്മിൽ ഭയങ്കര ക്ലോസ് റിലേഷൻ ഉണ്ടാകുമ്പോഴാണ് അവർ co-evolution, ഒരുമിച്ചുള്ള എവല്യൂഷൻ നടത്തിയിട്ട് co-exist ചെയ്യുക. അപ്പോൾ ഓർക്കിഡ് ആൻഡ് ബി അവർ co-evolved ആണ്. കാരണം എന്തെന്നാൽ ഓർക്കിഡിനെ പോളിനേഷൻ ചെയ്യാൻ ബി വരും, ബീകൾക്ക് ഹണി നെക്ടറൊക്കെ ഓർക്കിഡ് പ്രൊവൈഡ് ചെയ്യും. അവർ മ്യൂച്വലിസമാണ്, co-evolved ആണ്.
ഈ പ്രോനുബ എന്ന് പറയുന്നത് മോത്താണ് കേട്ടോ. പ്രോനുബ മോത്ത് എന്നാണ് മുഴുവൻ പേര്. പ്രോനുബ എന്ന് പേരുള്ള മോത്ത്. അവർ തമ്മിലുള്ള റിലേഷനും സിംബയോട്ടിക് ആണ്, മ്യൂച്വലിസ്റ്റിക് ആണ്. യൂക്കാ പ്ലാന്റിനെ പോളിനേറ്റ് ചെയ്യാൻ പ്രോനുബ മോത്ത് വേണം. മോത്ത് എഗ് ലേ ചെയ്യുന്നത് യൂക്കാ പ്ലാന്റിന്റെ ഉള്ളിലാണ്. അപ്പം മ്യൂച്വലിസം ആണ്, കോ ഇവോൾവ്ഡ് ആണ്, കോ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. വാസ്പ് ആൻഡ് ഫിഗ്. വാസ്പും ഫിഗും, വാസ്പ് ഇൻസെക്റ്റും ഫിഗ് അത്തിപ്പഴം, ആൽമരങ്ങളുടെ ആൽപ്പഴം ഒക്കെ, അത് മ്യൂച്വലിസം ആണ്. ഫിഗിനെ പോളിനേറ്റ് ചെയ്യുന്നത് വാസ്പാണ്. വാസ്പ് എഗ് ലേ ചെയ്യുന്നത് ഫിഗിന്റെ ഹൈപ്പാന്തോഡിയം എന്ന ഇൻഫ്ലോറസെൻസിലാണ്. ഒപെൻഷ്യ ആൻഡ് കാക്ടോഫേഗസ് മോത്ത്, അതാണ് നമുക്കിവിടെ തന്നതിൽ ലൈക്ക് കോ ഇവോൾവ്ഡ് ആവാത്തത്. അതാണ് ആൻസർ. ഒപെൻഷ്യ കാക്ടസ് ഒക്കെ സീറോഫൈഡിക് പ്ലാന്റ്സ് ആണ്. കാക്ടോഫാഗസ് മോത്ത് കാക്ടസിന്റെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്റ്റ് എന്നേ ഉള്ളൂ. അവരുടെ റിലേഷൻഷിപ്പ് അത് ക്ലോസ്ലി അല്ല, അതത്ര പരസ്പരം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്നുള്ളതല്ല. ഇതിലൊക്കെ നോക്ക്, രണ്ടുപേരെയും തമ്മിലുള്ള റിലേഷൻ അത്രയും ക്ലോസ് ഇൻറ്ററാക്ഷൻ ആണ്. ദേ വിൽ നോട്ട് സർവൈവ് വിതൗട്ട് ഈച്ച് അതർ. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കോഇവല്യൂഷനിൽ നോട്ട് ആൻ എക്സാമ്പിൾ ഒപെൻഷ്യ ആൻഡ് കാക്ടോഫേഗസ് ഇൻസെക്ട്സ് ആണ്. കാക്ടോഫേഗസ് മൗത്ത്, കാക്ടോഫാഗസ്, ഫാഗസ് എന്ന് വെച്ചാൽ തിന്നുന്നത്. The next question. Phytophagous insects show which of the following interaction? Options: predation, competition, mutualism, commensalism. Assess. എന്താ ഈ ഫൈറ്റോഫാഗസ് എന്ന് പറഞ്ഞാൽ? ചെടികളുടെ നീരൂറ്റി കുടിക്കുന്നവർ, ചെടികളെ തിന്ന് ജീവിക്കുന്നവർ. ഓക്കെ. അപ്പോൾ പ്രിഡേഷൻ പ്ലസ് മൈനസ് ഇൻറ്ററാക്ഷൻ ആണ്. പ്രേക്ക് മൈനസ്, പ്രിഡേറ്ററിന് പ്ലസ്. കോമ്പറ്റീഷൻ മൈനസ് മൈനസ് ഇൻറ്ററാക്ഷൻ ആണ്. മ്യൂച്വലിസം പ്ലസ് പ്ലസ് ഇൻറ്ററാക്ഷൻ ആണ്. കൊമെൻസാലിസം പ്ലസ് സീറോ ഇൻറ്ററാക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ ഫൈറ്റോഫാഗസ് ഇൻസെക്ട്സ്, ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട്സ്, ഇതിൽ ഏത് റിലേഷനാണ് കാണിക്കുക? നാച്ചുറലി പ്രിഡേഷൻ. അവിടെ ചെടി പ്രേ ആണ്, ഇരയാണ്. അതിൻ്റെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്റ്റ് പ്രിഡേറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. യെസ്. ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഇൻ്ററാക്ഷനിൽ ഇൻ്റർ സ്പെസിഫിക് ഇൻ്ററാക്ഷനിലെ ബെനഫിറ്റ്സിനെയും ഡെട്രിമെൻ്റൽ മൈനസിനെയും ന്യൂട്രൽ സീറോയും ഒക്കെ ആയി തന്നിട്ടുണ്ട്. പ്രിഡേഷൻ, ഒമെൻസാലിസം, കോമ്പറ്റീഷൻ, മ്യൂച്വലിസം എന്ന ഓപ്ഷൻസ് അപ്പുറത്തെ സൈഡിലുണ്ട്. പറ. പ്ലസ് പ്ലസ് ഇൻ്ററാക്ഷൻ ഇതിൽ ഏതാ? അത് മ്യൂച്വലിസം മാത്രമാണ്. മൈനസ് മൈനസ് ഇൻ്ററാക്ഷൻ ഈ തന്നതിൽ കോമ്പറ്റീഷൻ ആണ്. Plus minus, one of the species is benefited, each another one is harmed. അത് predation-ലാണ്. പ്രേക്ക് മൈനസ്, predator-ന് പ്ലസ്. മൈനസ് 0 amensalism ആണ്. പ്ലസ് 0 commensalism, മൈനസ് 0 amensalism ആണ്. A should be with 4. ഇത് രണ്ടും ഉണ്ട് അങ്ങനെ. B with 3. ഇത് രണ്ടിലും അങ്ങനെയാണ്. C with 1. Yes, അവിടെ discriminate ചെയ്തു. Option 3 is the right match. Okay. The next question. Which of the following alternative used by zooplanktons to overcome partial stressful conditions? Stressful conditions വരുമ്പോൾ ജീവികൾ അത് ഓവർകം ചെയ്യുന്നതിൻ്റെ പേര് പെരിനേഷൻ എന്നാണ്. അതിനുവേണ്ടി കാണിക്കുന്ന ഒരു അഡാപ്റ്റേഷൻ്റെ പേര് സസ്പെൻഷൻ എന്നാണ്. അപ്പോൾ സൂ പ്ലാങ്ക്ടണുകളുടെ സസ്പെൻഷൻ ഫോം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. മൈഗ്രേഷൻ, ഡയാപ്പോസ്, ഹൈബർനേഷൻ, ഈസ്റ്റുവേഷൻ. ഏതാണ്? Migration is a temporary two-way movement of organisms from a stressful condition to a more hospitable area, and they will be back when the original conditions become favorable. അതാണ് മൈഗ്രേഷൻ. അത് ബേർഡ്സും ഒക്കെയാണ്, ഫിഷസും ഒക്കെയാണ് യൂഷ്വലി കാണിക്കുക. ഹൈബർനേഷൻ ഈസ് ദ വിന്റർ സ്ലീപ്പ്. വിന്റർ വരുമ്പോൾ അവിടുത്തെ പോളാർ ഓർഗാനിസംസിൻ്റെ ലോങ് സ്ലീപ്പാണ് ഹൈബർനേഷൻ. എസ്റ്റിവേഷൻ ഈസ് എ സമ്മർ സ്ലീപ്പ്. സമ്മർ വരുമ്പോൾ ഡെസേർട്ട് ഓർഗാനിസംസ് ആണത് ചെയ്യുക. ആൻസർ ഡയാപ്പോസ് ആണ്. സൂ പ്ലാങ്ക്ടൺസ് അവർക്ക് പാർഷ്യൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വരുമ്പോൾ ഡയാപ്പോസ് എന്ന സസ്പെൻഷനാണ് കാണിക്കുക ഫോർ പെരിനേഷൻ, ടു ടൈഡ് ഓവർ, ടു ഓവർകം, ടു ബൈപാസ് ദ അൺഫേവറബിൾ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. The next question.
The famous Australian havoc is associated with which of the following invasive species? ഒരു ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണിത്. റൈറ്റ്? അതൊരു ഇക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കാറുണ്ട്. ഇസ് ഇറ്റ്? യെസ്. അപ്പോൾ ആ ഓസ്ട്രേലിയൻ ഹവോക്കായി അറിയപ്പെടുന്നത് നൈൽ പേർഷിനെയാണോ, റെഡ് ഫോക്സിനെയാണോ, പ്രിക്ലി പെയർ കാക്ടസിനെയാണോ, റാബിറ്റിനെയാണോ? NCERT സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അൺഓതറൈസ്ഡ് ആയി ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് ജീവികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ നാച്ചുറൽ ഹാബിറ്റാറ്റിലുള്ള ജീവികളുടെ ഡൈവേഴ്സിറ്റിക്ക് പ്രശ്നം സംഭവിക്കാറുണ്ട്. അതിൽ എക്സാമ്പിളായി പറയാറുള്ള ഓസ്ട്രേലിയൻ ഹാവോക്കാണ് പ്രിക്ലി പെയർ കാക്ടസ്. അത് ഹെക്ടർ കണക്കിന് റീജിയനാണ് ഷോർട്ട് സ്പാനിൽ സ്പ്രെഡഡ് ആയത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ പ്രെഡേറ്റർ. അതിൻ്റെ സ്വാഭാവിക പ്രെഡേറ്റർ ഇല്ലാഞ്ഞതിനാൽ. ഓക്കെ, അതുകൊണ്ട് പ്രിക്ലി പെയർ കാക്ടസ് ആണ് ആൻസർ. The next one. The components of ecosystem are seen to function as a unit. Yes. When we consider which of the following aspects, എപ്പോഴാണ് നമുക്ക് ആ ജനറലൈസേഷനിൽ എത്താൻ പറ്റുക? Components of ecosystem are seen to function as a unit എന്നത് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ നോക്കുമ്പോഴാണോ, ഡീകമ്പോസിഷൻ ആൻഡ് എനർജി ഫ്ലോ നോക്കുമ്പോഴാണോ, പ്രൊഡക്ടിവിറ്റി ആൻഡ് എനർജി ഫ്ലോ നോക്കുമ്പോഴാണോ, പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് കമ്പയർ ചെയ്യുമ്പോഴാണോ? റൈറ്റ് ആൻസർ ഏതാണെന്ന് ഓപ്റ്റ് ചെയ്യൂ, മനസ്സിൽ സൂക്ഷിക്കൂ. ചാപ്റ്റർ ഇക്കോസിസ്റ്റമാണ്. ഇക്കോസിസ്റ്റമിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് പറയണേ. അപ്പോൾ ഇക്കോസിസ്റ്റമിൻ്റെ കോമ്പണൻസ് ഒരു സിംഗിൾ യൂണിറ്റായി വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? അത് ഇതിലെല്ലാമാണ്. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നിവരിലെല്ലാമാണ്. അത് നാലും ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ കോമ്പണൻസ് ആണ്. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ. ബൈ ഡൈജഷൻ ആൻഡ് പൾവറൈസേഷൻ detritus get fragmented, done by earthworms and termites, the detritivores. This fragmentation step of decomposition helps in fragmentation കഴിഞ്ഞിട്ട് പിന്നെയാണ് ലീച്ചിങ്ങും കാറ്റബോളിസവും ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും ഒക്കെ വരിക. അതിൽ ഫ്രാഗ്മെൻറ്റേഷൻ കൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ് എന്തെന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1, increasing porosity of detritus. 2, increasing surface area of detritus. 3, increasing rate of sedimentation, and all of these. Choose the right one, please. പറയട്ടെ, ഒരു ഡെട്രിറ്റേഴ്സിനെ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്താൽ, ഒരു ഡെഡ് ഓർഗാനിക് മാറ്ററായ ഡെട്രിറ്റേഴ്സ് അതിനെ ഫ്രാഗ്മെൻ്റ് ആക്കിയാൽ കുറേ പല വലുപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞോ വലുതോ ഒക്കെ ആയിട്ടുള്ള കഷ്ണങ്ങളാണ് കിട്ടുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ് എന്തെന്നോ, അത് ആ ഡെട്രിറ്റേഴ്സ് എന്ന ഡെഡ് ഓർഗാനിക് മാറ്ററിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഫർദർ പ്രോസസ്സുകൾക്കൊക്കെ ഡെട്രിറ്റേഴ്സിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഇൻക്രീസിങ് സർഫസ് ഏരിയ ഓഫ് ഡെട്രിറ്റേഴ്സ് ആണ് ഫ്രാഗ്മെൻറ്റേഷൻ കൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ്. ചെയ്യുന്നത് ഡെട്രിറ്റിവോറുകളായ എർത്ത് വർംസും ടെർമൈറ്റ്സും ചേർന്നിട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. The next question, please listen. Decomposition is one of the important functional aspect of ecosystem. ശരിയാണ് അല്ലേ? മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ആയ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എൻറിച്ച് ചെയ്യുന്നതിലും മറ്റു ജീവികൾക്ക് ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്നതിലും ന്യൂട്രിയൻ സൈക്ലിങ്ങിലും ഒക്കെ ഡീകമ്പോസിഷൻ റോളുണ്ട്. Which of the following statement is not correct for decomposition? Not correct ആണ് ചോദിക്കണേ. Options: warm and moist environment favors decomposition. 2, nitrogen and sugar component favors decomposition. 3, low temperature and anaerobiosis favors decomposition. 4, decomposition is largely an oxygen requiring process. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഒക്കെ NCERT-ലുള്ളത് തന്നെയാണ് താനും. എന്നാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എബിലിറ്റി മനസ്സിലാക്കാനും പറ്റും. യെസ്. ഓപ്ഷൻസ് ഒന്നുകൂടി വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷനെ ചൂസ് ചെയ്ത് വെക്കൂ. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
Are you ready to hear the explanation? Option 1. Warm and moist environment favors decomposition. ശരിയാണ്. കാരണം അറിയാലോ, മോയിസ്റ്റ് വാം ഹ്യൂമിഡ് സ്ഥലങ്ങളിലാണ് മൈക്രോബുകളായ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഡൈവേഴ്സിറ്റി കൂടുക. അതുകൊണ്ട് വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെന്റ്സിൽ സാപ്രോഫൈറ്റിക് മൈക്രോബുകളുടെ ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും, അവർ ചെയ്യുന്ന ഡീകമ്പോസിഷൻ റേറ്റും കൂടുതലായിരിക്കും. അതിപ്പോൾ ഒരു ട്രോപ്പിക്കൽ കണ്ടീഷനാണല്ലേ. ഇന്ത്യ പോലത്തെ സബ് ട്രോപ്പിക്കൽ റീജിയനുകൾ വാമുമാണ്, മോയിസ്റ്റുമാണ്. അതുകൊണ്ട് ഡീകമ്പോസിഷൻ റേറ്റ് ഫാസ്റ്റാണ്, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂടുതലാണ്, പ്ലാന്റ് ഡൈവേഴ്സിറ്റി കൂടുതലാണ്, പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, കൺസ്യൂമേഴ്സ് കൂടുതലാണ്, ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ്. അങ്ങനെ മോസ്റ്റ് സ്റ്റേബിൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. നൈട്രജൻ ആൻഡ് ഷുഗർ കമ്പോണൻറ്റ് ഫേവർ, രണ്ടും വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പോൾ ഫേവർ ഡീകമ്പോസിഷൻ ശരിയാണ് അല്ലേ. ഒരു ഡെഡ് ബോഡിയിൽ, ഒരു ഡെട്രീറ്റസിൽ, ഡെഡ് ഓർഗാനിക് മാറ്ററിൽ വാട്ടർ സൊല്യൂബിളായ നൈട്രജൻ ഷുഗർ പോലത്തതിൻ്റെ അളവ് കൂടുമ്പോൾ ഡീകമ്പോസിഷൻ റേറ്റ് ഫാസ്റ്റ് ആവും. അതേസമയം കൈറ്റിനും ലിഗ്നിനും ഒക്കെ കൂടുമ്പോഴാണ് ഡീകമ്പോസിഷൻ സ്ലോവർ ആവുക. യെസ്, തേർഡ് സ്റ്റേറ്റ്മെന്റ്. Low temperature and anaerobiosis favor decomposition. തെറ്റാണ്. ലോ ടെമ്പറേച്ചറും അനേറോബയോസിസും ഡീകമ്പോസിഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇസ് ലോ ടെമ്പറേച്ചർ ഫ്രിഡ്ജിനകത്തൊക്കെ ഫുഡ് കേടാവാണ്ടിരിക്കുക ചെയ്യുക, ഡീകമ്പോസിഷൻ കുറയുക ചെയ്യുക. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉണക്കിയിട്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കണത് ഓക്സിജൻ കടന്നു വരാതിരിക്കാനാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ ഡീകമ്പോസിഷൻ കുറയും, ഓക്സിജൻ തട്ടിക്കൊണ്ടിരുന്ന ഡീകമ്പോസിഷൻ കൂടുക ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക, നോട്ട് മാച്ച് ആയിട്ട്, നോട്ട് കറക്റ്റ് ആയിട്ട്. ലാസ്റ്റ് വൺ. Decomposition is largely an oxygen requiring process. Exactly, because all the decomposers are aerobes. Air tight ആക്കിയാൽ decomposition നടക്കൂല, കാരണം decomposers are aerobes. ഓക്സിജൻ വേണം decomposition നടക്കാൻ. So answer is 3. ക്ലിയർ ആയെന്ന് മനസ്സിലാകും വിചാരിക്കുന്നു. Yes, the next question. The gradual unfairly predictable changes in the species composition of a given area is not characterized by. Not characterized by ആണ് ചോദ്യം. Not characterized by. So question is associated with the succession. The gradual unfairly predictable changes in the species composition of a given area, അത്രമാത്രം ചോദിച്ചാൽ അതൊരു ഇക്കോളജിക്കൽ സക്സഷൻ ആണ്. It is not characterized by increase in number of species, increase in number of individuals of species, increase in biomass, decrease in niche specialization എന്ന ഓപ്ഷൻസ് ആണത്. നല്ല ക്വസ്റ്റ്യൻ. സക്സഷൻ നടക്കുമ്പോൾ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്പീഷീസും നടക്കും, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഈച്ച് സ്പീഷീസും നടക്കും, ഇൻക്രീസ് ഇൻ ബയോമാസും നടക്കും, ഇൻക്രീസ് ഇൻ നിഷ് സ്പെഷ്യലൈസേഷനാണ് നടക്കുക. ഇവിടെ ഡിക്രീസ് ആണ് തന്നെ, അതുകൊണ്ട് അതാണ് ആൻസർ. ഓക്കെ, വിച്ച് ഈസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് എന്നത് ഡിക്രീസ് ഇൻ നിഷ് സ്പെഷ്യലൈസേഷൻ ആണ്. മറിച്ച് സക്സഷൻ നടക്കുമ്പോൾ ഇൻക്രീസ് ഇൻ നിഷ് സ്പെഷ്യലൈസേഷൻ ആണ് നടക്കുക. എന്താണ് നിഷ് എന്ന് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്റർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ പ്രൊഫഷണൽ അഡ്രസ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് നിഷ്. ഡെഫിനിഷൻ എന്താ? ഈച്ച് ഓർഗാനിസം ഹാസ് an invariably defined range of conditions that it can tolerate, the diversity of resources it utilizes, and the specific functional role played in an area altogether is niche എന്നതാണ്. അപ്പോൾ ഡിക്രീസ് ഇൻ നിഷ് അല്ല നടക്കുക, ഇൻക്രീസ് ഇൻ നിഷ് സ്പെഷ്യലൈസേഷൻ ആണ് സക്സഷൻ്റെ സമയത്ത് നടക്കുക. ഓരോരുത്തരും സ്പെസിഫിക് ആയ ഫങ്ഷൻസ് ഏറ്റെടുക്കുക ചെയ്യാം. അതാണ് ആൻസർ. The next one. In an ecosystem, if dry weight of producers is 809 kilogram per meter square, then what will be the biomass of tertiary consumers? കണക്കൂട്ടാനൊന്നും പോകണ്ട, എൻസൈഡിൽ ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ബയോമാസ് പിരമിഡിനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പ്രൈമറി പ്രൊഡ്യൂസർ, ദാറ്റ് ഈസ് പി പി, primary consumer, that is PC,
secondary consumer, that is SSC, and tertiary consumer, that is TC. എന്നീ 4 ആൾക്കാരെ പിരമിഡാക്കി വരച്ച് തന്നിട്ട് അതിൻ്റെ സൈഡിലായി അതിൻ്റെ ബയോമാസിനെ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബയോമാസ് എങ്ങനെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന രീതിയിൽ അവിടെ തന്ന ഡാറ്റയാണിത്. അവിടെ തന്ന ഡാറ്റ അനുസരിച്ച് പ്രൊഡ്യൂസറിന് 809 എന്ന നമ്പർ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. പ്രൈമറി കൺസ്യൂമറിൽ അവിടെ 37 കിലോഗ്രാം ഡ്രൈ വെയ്റ്റ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത് പിക്ചറിൽ. സെക്കൻഡറി കൺസ്യൂമർ ലെവലിൽ അവിടെ 11 കിലോഗ്രാം ഓഫ് ഡ്രൈ വെയ്റ്റ് പെർ മീറ്റർ സ്ക്വയർ എന്നും ടെർഷറി കൺസ്യൂമർ ലെവലിൽ 1.5 കിലോഗ്രാം ഡ്രൈ വെയ്റ്റ് പെർ മീറ്റർ സ്ക്വയർ എന്നും തന്ന ഡാറ്റ NCERT പിക്ചർ ബേസ്ഡ് ആണ്. അത് ആ സച്ച് മനസ്സിൽ വെക്കുമായിരുന്നു വേണ്ടിയത്. അങ്ങനെ നോക്കുമ്പോൾ ടെർഷറി കൺസ്യൂമർ ലെവലിൽ 1.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയത്. ഓക്കെ, നോക്കും പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. യെസ്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് an ecological service? Yeah, the products of ecological processes called ecological services എന്ന് കേട്ടിട്ടുണ്ട്. Options: generation of fertile soil, wildlife habitat formation, products of antibiotics, crop pollination. Of them which is not considered as an ecological service. Ecological services കുറേ ഉണ്ടല്ലേ. എന്താ? It purifies air and water. It will produce fertile soil. It will mitigate drought and flood. വരൾച്ചയും ഫ്ലഡും രണ്ടും തടയും. Pollinate crops. Provides a wildlife habitat. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ജനറേഷൻ ഓഫ് ഫെർട്ടൈൽ സോയിൽ അത് ഇക്കോളജിക്കൽ സർവീസ് ആണ്. ന്യൂട്രിയൻ സൈക്ലിങ്ങും ഒക്കെ. പ്രൊവൈഡിങ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്, ലൈഫ് ഹാബിറ്റാറ്റ് ഫോർമേഷൻ ഒരു ഇക്കോളജിക്കൽ സർവീസ് ആണ്. പ്രൊഡക്ട്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് നോ, അത് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുന്നതാണ്. ഓക്കെ. ക്രോപ്പ് പോളിനേഷൻ യെസ്, നമ്മുടെ കൃഷി സ്ഥലത്ത് വന്ന് നമ്മുടെ കൃഷിയെ പോളിനേറ്റ് ചെയ്യുന്ന ബേർഡ്സിനെയും ഇൻസെക്ട്സിനെയും ഒന്നും നമ്മൾ വളർത്തിയതല്ല, അത് നിയർ ബൈ ആയ നാച്ചുറൽ ഇക്കോസിസ്റ്റമിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് പോളിനേറ്റ് ക്രോപ്സ് എന്നതൊരു ഇക്കോളജിക്കൽ സർവീസ് ആണ്, ഇക്കോസിസ്റ്റം സർവീസ് ആണ്. അപ്പം അല്ലാത്തത് ഇത് മാത്രമാണ്. പ്രൊഡക്ട്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അത് കൊമേഴ്ഷ്യലി നമ്മൾ ചെയ്യുന്നതാണ്, നാച്ചുറൽ ഇക്കോസിസ്റ്റമിൽ നിന്നല്ല. ദാറ്റ്സ് വൈ 3 is the right answer. Yeah. Robert Constanza, ഒരു സയൻറ്റിസ്റ്റ് ആണ്, and his colleagues have put price tags on nature's life support services. With reference to this, which of the following is not true? Not true ആണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, ശ്രദ്ധിച്ച് കാണണേ. പക്ക തിയറട്ടിക്കൽ പാർട്ടാണ്. ഇക്കോസിസ്റ്റം ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫാണ്. ഫണ്ടമെൻ്റൽ ഇക്കോസിസ്റ്റം സർവീസസിന് $33 ട്രില്യൺ വേണമെന്ന്. സെക്കൻഡ് വൺ, സോയിൽ ഫോർമേഷന് $16.5 ട്രില്യൺസ് വേണമെന്ന്. ന്യൂട്രിയൻ സൈക്ലിങ്ങിന് $3.3 ട്രില്യൺസ് വേണമെന്ന്. ക്ലൈമറ്റ് റെഗുലേഷനിന് $5 ട്രില്യൺസ് ആണ് വേണ്ടുന്നത്. ഇതിലേതാണ് നോട്ട് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. റോബർട്ട് കോൺസ്റ്റാൻസയും അദ്ദേഹത്തിൻ്റെ ടീമും ഇക്കോസിസ്റ്റം സർവീസസിന് പ്രൈസ് ടാഗ് ഇട്ടപ്പോൾ കിട്ടിയത് $33 ട്രില്യൺ പെർ ഇയർ എന്നതാണ്. അത് ശരിയാണ് അപ്പം അല്ലേ? യെസ്, അത് ആശ്രയിച്ചു തന്നിട്ടുണ്ട്. യാ, എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളോട് NCERT സംസാരിച്ചിട്ടുള്ളത്. ആ $33 ട്രില്യൺ നിന്ന് ന്യൂട്രിയൻ സൈക്ലിങ്ങിന് സോയിൽ ഫോർമേഷന് 50% വേണം. $33 ട്രില്യൺ 50% ഈസ് മെന്റ് ഫോർ സോയിൽ ഫോർമേഷൻ. അപ്പോൾ 33ന്റെ പകുതിയായിട്ട് 16.5 ഇവിടെ തന്നു. അതുകൊണ്ട് അത് ശരിയാണ്. സോയിൽ ഫോർമേഷന് വേണ്ടുന്നത് ആകെ സർവീസിന് ചിലവാകുന്നതിൻ്റെ 50% ആണ്. ഇപ്പോൾ $16.5 ട്രില്യൺ അത് സോയിൽ ഫോർമേഷന് റിക്വയർഡ് ആണ്. പക്ക ട്രൂ.
റിക്രിയേഷൻസിന് ഒരു ലെസ് ദാൻ 10% വേണം, ന്യൂട്രിയൻ സൈക്ലിങ്ങിനും ഒരു ലെസ് ദാൻ 10% വേണം. അപ്പോൾ 33ന്റെ 10%ൽ താഴെ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 3.3 ട്രില്യൺ. അപ്പോൾ അതും ശരിയായി. ന്യൂട്രിയൻ സൈക്ലിങ്ങിന് ലെസ് ദാൻ 3.3 ട്രില്യൺ $US വേണം, റിക്രിയേഷൻസിന് വേറൊരു ലെസ് ദാൻ 3.3 ട്രില്യൺ വേണം. ക്ലൈമറ്റ് റെഗുലേഷനും വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ലെസ് ദാൻ 6% മതി. ഇതിൻ്റെ ലെസ് ദാൻ 6%. 33ന്റെ 10% വരുമ്പോൾ തന്നെ 3.3 വരുള്ളൂ. ലെസ് ദാൻ 6%, എബൌട്ട് 6% എന്ന് പറയുമ്പോൾ 5 ട്രില്യൺ വരില്ല. അതുകൊണ്ട് അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതാണ് നോട്ട് ട്രൂ. ബാക്കിയൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, റോബർട്ട് കോൺസ്റ്റാൻസയും ടീമും ഇക്കോസിസ്റ്റം സർവീസുകൾക്ക് പ്രൈസ് ടാഗ് കൊടുത്തപ്പോൾ ആവറേജ് ചിലവാകുന്നത് 33 ട്രില്യൺ $US ആണ്. അതിൻ്റെ 50% സോയിൽ ഫോർമേഷനാണ്. ഇതിൻ്റെ ലെസ് ദാൻ 10% ന്യൂട്രിയൻ സൈക്ലിങ്ങിനും വേണം, വേറെ ലെസ് ദാൻ 10% റിക്രിയേഷൻ പ്രോസസ്സിനും വേണം. അപ്പം ക്ലൈമറ്റ് റെഗുലേഷനും വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് ഫോർമേഷനും വേണ്ടുന്നത് ഇതിൻ്റെ ലെസ് ദാൻ എബൌട്ട് 6% വെച്ചാണ്. 6% ഈച്ച് ആണ്. ഇത് നോട്ട് ട്രൂ ആണ്. 33 ട്രില്യൻ്റെ 10% 3.3 വരുള്ളൂ. ഇപ്പോൾ 6% അതിൻ്റെ താഴെ വരും പറ്റുള്ളൂ. About succession, which of the following statement is correct? ശരി ഏതാണെന്നാണ് നോക്കേണ്ടത്. In xeroxere, xeric condition progress to hydric conditions. 2. In xeroxere, mesic environment progress to hydric condition. In hydroxere. 3. In xeroxere, hydric environment progress to mesic condition. 4. Abandoned farmlands show primary succession. Another question. So listen. In xeroxere, dry area നടക്കുന്ന സക്സഷനിൽ xeric conditions progress to hydric conditions. ശരിയാണോ തെറ്റാണോ? അത്ര ശരിയല്ല. എന്തുകൊണ്ട്? മേസിക് കണ്ടീഷൻ എന്നാ വരേണ്ടത്. ഡ്രൈ ആയ സീറാർക്ക് സക്സഷൻ നടക്കുമ്പോൾ സീറിക് കണ്ടീഷനെ മീസിക് ആക്കിയാൽ മാറ്റുക. ഹൈഡ്രാർക്കിൽ ബെറ്ററായ ഏരിയനെ മീസിക് ആക്കുക. അതുകൊണ്ട് ഹൈഡ്രാർക്കിനും സീറാർക്കിനും കോമൺ ആയ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് അത് മീസിക് കണ്ടീഷൻ, മീഡിയം വാട്ടർ കണ്ടീഷൻ. നെയ്തർ ടു ഡ്രൈ നോർ ടു വെറ്റ് എന്നൊക്കെ NCERT പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹൈഡ്രിക് എന്ന് പറഞ്ഞത് തെറ്റാണ്, മീസിക് ആണ് ആക്കുക. 2. ഇൻ ഹൈഡ്രോസീർ വെള്ളത്തിൽ സക്സഷൻ നടക്കുമ്പോൾ, ബെറ്റർ ഏരിയയിൽ സക്സഷൻ നടക്കുമ്പോൾ മീസിക് എൻവിയോൺമെന്റ് പ്രോഗ്രസ് ടു ഹൈഡ്രിക് തിരിച്ചാണ്. മീസിക് ഹൈഡ്രിക് ആവല്ല ചെയ്യുക, ഹൈഡ്രിക് മീസിക് ആവുകയാണ് ചെയ്യുക. 3. ഇൻ ഹൈഡ്രോസീർ ബെറ്റർ ഏരിയയിൽ, വാട്ടർ റിച്ച് ഏരിയയിൽ സക്സഷൻ നടക്കുമ്പോൾ ഹൈഡ്രിക് എൻവിയോൺമെന്റ് പ്രോഗ്രസ് ടു മീസിക്. യെസ്, ദാറ്റ് ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, വെറ്റർ ഏരിയ മീസിക് ആയി മാറും. സീറിക് ഏരിയ ഡ്രൈ ഏരിയയും മീസിക് ആവും സീറാർക്കിൽ. ഹൈഡ്രാർക്ക് സക്സഷനിൽ വെറ്റർ ഏരിയയും മീസിക് ആവും. അതുകൊണ്ട് ഹൈഡ്രാർക്കിലും സീറാർക്കിലും കോമൺ ആയ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് മീസിക് കണ്ടീഷൻ. അബാൻഡൻഡ് ഫാം ലാൻഡ്, പണ്ട് കൃഷി നടത്തിയിരുന്ന സ്ഥലം ഇപ്പം അബാൻഡൻഡ് ആയി, ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവിടെ പ്രൈമറി സക്സഷൻ അല്ല, സെക്കൻഡറിയാണ് നടക്കുക. ഇതുവരെ ജീവികൾ ജീവിച്ചിട്ടേ ഇല്ലാത്ത ബെയർ റോക്ക്, ന്യൂലി കൂൾഡ് ലാവ, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട്, അവിടേക്കാണ് പ്രൈമറി സക്സഷൻ. മുമ്പെന്നോ ജീവികൾ ജീവിച്ചിരുന്നു, ഇപ്പം ജീവികൾ ഇല്ലാതായി, എന്നിട്ട് സക്സഷൻ നടക്കുമ്പോൾ സെക്കൻഡറി എന്നാ പറയാ. അബാൻഡൻഡ് ക്രോപ്പ് ലാൻഡുകളിലും പിന്നെയോ എവിടെ പിന്നെ സെക്കൻഡറി സക്സഷൻ നടക്കുക? ലൈക്ക് അബാൻഡൻഡ് ക്രോപ്പ് ലാൻഡ്സ് ഉണ്ട്. ദെൻ കട്ട് ഓർ ഫയർഡ് ഫോറസ്റ്റ് റീജിയൻ, മുറിച്ചു മാറ്റിയതോ കത്തി നശിച്ചതോ ആയ ഫോറസ്റ്റിന്റെ ഭാഗം, അവിടെയൊക്കെ സെക്കൻഡറി സക്സഷനാണ് നടക്കുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 മാത്രമാണ്. The gradual, unfairly predictable changes in the species composition of a given area is called. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വേറെ ഏതോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ. ബയോ പ്രോസ്പെക്റ്റിംഗ്, ബയോ ഫോർട്ടിഫിക്കേഷൻ, ഇക്കോളജിക്കൽ സക്സഷൻ, ഇക്കോളജിക്കൽ അസസ്മെന്റ്. ഏതാ മക്കളെ? The gradual,
and fairly predictable changes in the species composition of a given area is called ecological succession. അതിൻ്റെ പേരാണ് succession. ബയോഫോർട്ടിഫിക്കേഷനോ ബയോമാഗ്നിഫിക്കേഷനോ ഒന്നുമല്ല, ബയോഫോർട്ടിഫിക്കേഷൻ സ്ട്രാറ്റജീസിലാണ്. പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റിയാണ്. ബയോമാഗ്നിഫിക്കേഷൻ എൻവയോൺമെൻറ്റൽ ഇഷ്യൂലാണ്. DDT പോലത്തെ നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ഒരു ഫുഡ് ചെയിനിൻ്റെ ഹയസ്റ്റ് ട്രോഫിക് ലെവലിൽ അക്യുമുലേഷൻ നടക്കലൊക്കെയാണ് അല്ലേ. ഇക്കോളജിക്കൽ സക്സഷൻ ആണ് ഗ്രാജുവൽ ആൻഡ് ഫെയർലി പ്രഡിക്റ്റബിൾ ചേഞ്ചസ് ഇൻ ദ സ്പീഷീസ് കമ്പോസിഷൻ ഓഫ് എ ഗിവൺ ഏരിയ. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ecological pyramids show diagrammatic representation of ecological parameters like number pyramid ഉണ്ട്, biomass pyramid ഉണ്ട്, energy pyramid ഉണ്ട്. Which is or are limitation of ecological pyramids? ബോർഡ് എക്സാമിന് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇക്കോളജിക്കൽ പിരമിഡ്സിനെ സ്റ്റേറ്റ് ചെയ്തതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫായിട്ട് ഇക്കോളജിക്കൽ പിരമിഡ്സിൻ്റെ ചില ഡീമെറിറ്റ്സിനെ പറ്റി, പോരായ്മകളെ പറ്റി പറയുന്നുണ്ട്, ലിമിറ്റേഷൻസിനെ പറ്റി. ഓപ്ഷൻസ്: ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് the same species belonging to 2 or more trophic levels. 2. It does not accommodate a food web. 3. Saprophytes are not given any place in the pyramids, and all of the above. Assess and choose the right option. Yes, what are all of the above on right answer? Say, it does not take into account the same species like birds belonging to 2 or more trophic levels. കാരണം ബേർഡ്സ് ഒക്കെ ഓംനിവോഴ്സ് ആണ്. അവർ ചെടികളുടെ, ഗ്രാസുകളുടെ, പ്ലാന്റ്സിൻ്റെ ലീവ്സോ ഫ്ലവേഴ്സോ ഫ്രൂട്ട്സോ സീഡ്സോ കഴിക്കാം. ഒപ്പം തന്നെ വേംസിനെയോ അല്ലെങ്കിൽ ടെർമൈറ്റ്സിനെയോ എർത്ത് വേമിനെയോ കഴിക്കാം. അതുകൊണ്ട് ബേർഡ്സ് ഓംനിവോറസ് ആണ്, മിശ്രബുക്കുകളാണ്. അവരെ ഏതിലാ വെക്കുക എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരേ സമയം ഒന്നിലേറെ ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന ജീവികളെ 2 ട്രോഫിക് ലെവലിലും കൂടി പ്ലേസ് ചെയ്യാൻ പിരമിഡിൽ പറ്റണില്ല. അതൊരു ലിമിറ്റേഷനാണ്. ഡസ് നോട്ട് അക്കോമഡേറ്റ് ഫുഡ് വെബ്. ഫുഡ് ചെയിനിനെ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റൂ. ഫുഡ് വെബ്, ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ ആയ ഫുഡ് വെബ് ആയി കഴിഞ്ഞാൽ പിരമിഡ് കൺസ്ട്രക്ഷൻ നമുക്ക് ഹാർഡാവും. സാപ്രോഫൈറ്റ്സ് ഒരു ഇക്കോസിസ്റ്റത്തിലെ മേജർ റോൾ ചെയ്യുന്നവരാണ്. ഡീകമ്പോസിഷൻ ചെയ്യുന്നവർ, ന്യൂട്രിയൻ റീസൈക്ലിംഗ് ചെയ്യുന്നവർ. ദേ വർ നോട്ട് പ്രൊവൈഡഡ് എനി പ്ലേസ് ഇൻ ദ പിരമിഡ്. സോ ഓൾ ദീസ് ആർ ലിമിറ്റേഷൻസ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ്. യെസ്. പൊല്യൂഷൻ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂലെത്തിയേ. Pollution is undesirable changes in physical, chemical and biological properties. Which among the following is not air pollution induced plant injury? അപ്പോൾ എയർ പൊല്യൂഷൻ കൊണ്ട് ചെടിയിൽ ഉണ്ടാവാത്ത, നോട്ട് ചോദിച്ചിട്ടുണ്ട്, നോട്ട് എയർ പൊല്യൂഷൻ ഇൻഡ്യൂസ്ഡ് പ്ലാന്റ് ഇഞ്ചുറി. ഓപ്ഷൻസ്: റെഡ്യൂസ്ഡ് ഗ്രോത്ത് ആൻഡ് yield, premature death of plant, clogging of stomata, oxygen binding ability. മക്കളെ, NCERTയിലെ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എയർ പൊല്യൂഷന്റെ ഭാഗമായി ചെടികളിൽ ഉണ്ടാവണത് ഏതൊക്കെയാ നോക്കൂ, ഇല്ലാത്തത് ഏതാണെന്ന് ചൂസ് ചെയ്യൂ. റെഡ്യൂസ്ഡ് ഗ്രോത്ത് ആൻഡ് yield, അത് ചെടിയിൽ സംഭവിക്കുന്നതാണ്. പ്രിമച്വർ ഡെത്ത് ഓഫ് പ്ലാന്റ്സ്, അതും സംഭവിക്കാറുള്ളതാണ് എയർ പൊല്യൂഷൻ കൊണ്ട്. ക്ലോഗിംഗ് ഓഫ് സ്റ്റൊമേറ്റ, എഗെയിൻ ശരിയാണ്. ഓക്സിജൻ ബൈൻഡിങ് എബിലിറ്റി ഇല്ല. ഓക്സിജൻ ബൈൻഡിങ് എബിലിറ്റി എയർ പൊല്യൂഷനുമായി കൺസേൺഡ് അല്ല. അതുകൊണ്ട് അതാണ് ഇവിടുത്തെ ആൻസർ. NCERTയിൽ തന്നതിനെയൊക്കെ നമ്മൾ ശരിയായി കൺസിഡർ ചെയ്തു, തരാത്തതിനെ ചൂസ് ചെയ്യേണ്ടി വന്നു. സോ NCERTയുമായി നല്ല റിലേഷൻ വേണേ. അഗെയിൻ എയർ പൊല്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. മോട്ടോർ വെഹിക്കിൾസ് equipped with catalytic converter should use unleaded petrol because lead ഉള്ള പെട്രോൾ കാറ്റലിറ്റിക് കൺവേർട്ടർ യൂസ് ചെയ്യുന്ന വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? ഓപ്ഷൻസ്: lead in petrol inactivates the catalyst, lead in petrol act as catalyst, lead in petrol start to burn along petrol, lead in petrol leads to checking burning of petrol. Yes, എന്താണ് സ്റ്റേറ്റ്മെന്റ് NCERT തന്നിട്ടുള്ളത്? കാറ്റലിറ്റിക് കൺവേർട്ടർ കണക്ട് ചെയ്ത എഞ്ചിനുള്ള വെഹിക്കിൾസിൽ, ഓട്ടോമൊബൈൽസിൽ അൺലെഡഡ് പെട്രോൾ തന്നെ യൂസ് ചെയ്യണം. റീസൺ:
The lead in petrol that inactivates the catalyst. Option 1 itself is the right answer. Yeah. The goal of Euro 2 norms according to roadmap is to reduce sulfur too. Okay, sulfur oxides and emission ഒക്കെ കുറയ്ക്കാൻ Euro 2 norms ഉണ്ട്. അതുകൊണ്ട് പെട്രോളിലും ഡീസലിലും ഒക്കെ സൾഫറിൻ്റെ കണ്ടന്റും കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ Euro 4 norms പറയുന്നത് എന്താണ്? Option 1. The sulfur should be reduced to 50 parts per million in petrol and diesel, 150 ppm in petrol and diesel, 350 ppm in petrol and diesel, 250 ppm in petrol and diesel. NCERT straight question ആണ്. Environmental issue chapter ആണ്. പക്ക തിയറി ചാപ്റ്റർ, ഓപ്പൺ എൻഡഡ് ചാപ്റ്റർ ആണ്. നല്ല കോൺഷ്യസ് ആയി സ്റ്റേറ്റ്മെൻറ്റുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാ മക്കളെ? Euro 4 നോംസ് അനുസരിച്ച് പെട്രോളിലെയും ഡീസലിലെയും സൾഫറിൻ്റെ എമൗണ്ട് എത്രയായിട്ടാണ് കുറയ്ക്കേണ്ടത്? 50 ppm ഇൻ പെട്രോൾ ആൻഡ് ഡീസലാണ് ആക്കേണ്ടത്. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറെ ലോജിക് ഒന്നും പറയാനില്ല. NCERTൽ നിന്ന് മെമ്മറി കൊണ്ട് ചൂസ് ചെയ്ത് വെക്കാനേ പറ്റൂ. യെസ്. അവിടെ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. The Bharat Stage 3 norms of automobiles are applicable throughout the country from ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ ഇത് ഭാരത് സ്റ്റേജ് 3 നോംസ് അത് അപ്ലിക്കബിൾ ആയത്? ഓപ്ഷൻസ്: 1st October 2005, second option 10th October 2010, third option 1st October 2009, and the last option 1st October 2012. അതും അങ്ങനെ ഓർത്ത് വെക്കാനേ വഴിയുള്ളൂ, വേറെ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാനുള്ളതല്ല. The right answer is the 1st October 2010. October 2010 onwards ആണ് ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 3 നോംസ് ആപ്ലിക്കബിൾ ആയത്. യെസ്, എയർ അതൊരു ആക്ടാണ്, എയർ ആക്ട് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ആക്ട് 1981 അമെൻഡഡ് ആയത്. ഓക്കെ, in 1987 to include dash as an air pollutant. 1981 ദ എയർ എന്ന ആക്ട് വന്നപ്പോൾ അതിലില്ലാതിരുന്നതും 1987 അതിലെ അമെൻഡ് ചെയ്ത് ആഡ് ചെയ്തതുമായി എയർ പൊല്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് ആരെയാണ്? പെർട്ടിക്കുലേറ്റഡ് മാറ്ററിനെയാണോ, ഹൈഡ്രോ കാർബൺസിനെയാണോ, നോയ്സിനെയാണോ, റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസിനെയാണോ? അമെൻഡ് ചെയ്ത് ദ എയർ എന്ന ആക്ടിലേക്ക് ആഡ് ചെയ്ത എയർ പൊല്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ, നോയ്സിനെയാണ്. നോയ്സ് പൊല്യൂഷനിനെ അൺബെയറബിൾ സൗണ്ട് ആയ നോയ്സ്, ആ നോയ്സ് പൊല്യൂഷനിനെ എയർ പൊല്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക ചെയ്തത്. അത് 81 എയർ എന്ന ആക്ട് വന്നപ്പോൾ നോയ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 87 എയർ ആക്ടിനെ അമെൻഡ് ചെയ്ത് ആഡ് ചെയ്തതാണ് നോയ്സ് ഇൻക്ലൂഡഡ് ഇൻ എയർ പൊല്യൂഷൻ. ഓപ്ഷൻ 3 is the right answer. യെസ്. ബയോമാഗ്നിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫുഡ് ചെയിനിലെ ഹയസ്റ്റ് ട്രോഫിക് ലെവലുകളിലേക്ക് നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോമാഗ്നിഫിക്കേഷൻ. It's an increase in concentration of toxic substances at successive trophic levels is well known for. ഏതിനൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റും? DDT, mercury, carbon monoxide, both 1 and 2. Yes. DDT ബയോമാഗ്നിഫിക്കേഷൻ കോസ് ചെയ്യാറുണ്ട്, മെർക്യൂറിയും കോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ, ബോത്ത് 1 and 2. അത് രണ്ടും നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആണ്, സക്സസീവ് ട്രോഫിക് ലെവൽസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. യെസ്. ദ നെക്സ്റ്റ് വൺ, സീരീസ് ഓഫ് 6 connected marshes over 60 hectares of marshland with appropriate plants, algae, fungi and bacteria is responsible for. Yes, integrated wastewater management. അല്ലേ? അത് കുറച്ച് സയൻറ്റിസ്റ്റുകളും കുറച്ച് സാധാ മനുഷ്യരുമൊക്കെ ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്തതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? ആർക്കേട്ട മാർഷ്, ആർക്കേട്ട പറയുന്ന സ്ഥലത്താണ് ഇത് ചെയ്തത് അല്ലേ? യെസ്. ന്യൂട്രലൈസേഷൻ ഓഫ് പൊല്യൂട്ടൻസ്, അബ്സോർപ്ഷൻ ഓഫ് പൊല്യൂട്ടൻസ്, അസിമിലേഷൻ ഓഫ് പൊല്യൂട്ടൻസ്, ഓൾ ദ എബവ് എന്നീ ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ
ആ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിൽ സയൻറ്റിസ്റ്റുകളും അർക്കേട്ട നാട്ടിലെ മനുഷ്യരും ചേർന്ന് 60 ഹെക്ടേഴ്സോളമുള്ള ഇൻ്റർകണക്റ്റഡ് ആയ മാർഷ് ലാൻഡുകളെ 6 സീരീസുകളാക്കി തിരിച്ചിട്ട് അതിൽ ഓരോന്നിലും വ്യത്യസ്ത തരം ആൽഗകളെയും ഫംഗസുകളെയും ബാക്ടീരിയകളെയും പ്ലാന്റ്സിനെയും വളർത്തിയിട്ട് വേസ്റ്റ് വാട്ടറിനെ പോർട്ടബിളായ പ്യുവർ വാട്ടർ ആക്കി ട്രീറ്റ് ചെയ്തെടുത്തത് ഇതിലെ ഏത് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്? ന്യൂട്രലൈസേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഉണ്ട്, അബ്സോർപ്ഷൻ ഓഫ് പൊല്യൂട്ടൻസ് ബൈ ദീസ് ഓർഗാനിസംസ് ഉണ്ട്, അസിമിലേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ബൈ ദം ഉണ്ട്. സോ ഓൾ ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റഡ് വേയിൽ ചെയ്തത്. Which among the following is not the influence of UVB on human health? UVB. Aging of skin, inflammation of cornea, cancer of skin, depigmentation, which is not the influence. Aging of skin ചെയ്യും. UVB ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായി സ്കിന്നിന് ഏജ് ഫീൽ ചെയ്യും. ഇൻഫ്ലമേഷൻ ഓഫ് കോണിയ വരും, എന്നിട്ട് അത് കാട്രാക്ട്, സ്നോ ബ്ലൈൻഡ്നെസ് ഒക്കെ വരുത്തും. ക്യാൻസർ ഓഫ് സ്കിൻ UV മ്യൂട്ടേഷൻ കൊണ്ട് സംഭവിക്കും. ഡീപിഗ്മെൻറ്റേഷൻ സംഭവിക്കില്ല, പിഗ്മെൻറ്റേഷനാണ് സംഭവിക്കുക. പിഗ്മെൻറ്റേഷൻ ഇല്ലാതാവലാണ് ഡീപിഗ്മെൻറ്റേഷൻ, അതല്ല. അതുകൊണ്ട് ഇതാണ് ആൻസർ. അപ്പോൾ UVB പിഗ്മെൻറ്റേഷൻ വരുത്തുക ചെയ്യുക, അല്ലാതെ ഡീപിഗ്മെൻറ്റേഷൻ അല്ല. ഓക്കെ, സോ 4 is the right answer. Yes. Realizing the significance of participation by local communities, the government of India in 1980s has introduced the concept of സാധാ മനുഷ്യരെയും കൂടി ഈ ഇക്കോസിസ്റ്റം മാനേജ്മെൻറ്റിലേക്കും ഇക്കോസിസ്റ്റത്തിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള നിലനിൽപ്പിനും വേണ്ടിയിട്ട് സാധാ മനുഷ്യരുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യ നടപ്പിലാക്കി 1980s. അതിൻ്റെ പേരെന്താ? ഓപ്ഷൻസ്: ഇൻ്റഗ്രേറ്റഡ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന IFM ആണോ, ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന JFM ആണോ, നാഷണൽ ഫോറസ്റ്റ് പോളിസി ആണോ, ചിപ്കോ മൂവ്മെൻ്റ് ആണോ? സുന്ദർലാൽ ബഹുഗുണ, റൈറ്റ്? സ്ത്രീകളൊക്കെ മരത്തിന് ചുറ്റും ചേർന്ന് നിന്ന് മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പം ഇതിലേതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1980s ഇൻട്രൊഡ്യൂസ് ചെയ്ത പാർട്ടിസിപ്പേഷൻ ബൈ ലോക്കൽ കമ്മ്യൂണിറ്റി, സാധാരണ മനുഷ്യരെ ഇക്കോസിസ്റ്റമുകളുടെ ഫോറസ്റ്റുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നത് ഇതിലേത് പ്രോഗ്രാം കൊണ്ടാണ്? NCERT നേരിട്ട് പറഞ്ഞതാണത്. ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന JFM ആണ്. യെസ്. According to National Forest Policy, introduced in 1988 of India, has recommended 33% forest cover for plains. പരന്ന നാടുകൾക്ക്, പരന്ന സ്ഥലങ്ങൾക്ക് 33% ഫോറസ്റ്റ് കവർ വേണം. ആൻഡ് -% ഏരിയ ഫോർ ഹിൽസ്, ഹില്ലി റീജിയൻസിൽ അത് എത്ര വേണം? ഓപ്ഷൻസ്: 30%, 19.4%, 67% ആൻഡ് 76%. NCERT പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക, അങ്ങനെ എങ്ങനെ വരുന്നത്? നമുക്ക് ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റണില്ല, മെമ്മറി തന്നെ വേണം. അപ്പോൾ ഹില്ലി റീജിയനുകളിൽ എന്തായാലും ഇതിനേക്കാൾ കൂടുതൽ വേണമല്ലോ. അതുകൊണ്ട് 19 അല്ല, ഓക്കെ, 30 അല്ല. ഇതിലേതെന്ന് നോക്കിയാൽ മതി. അത് 67% ആണ്, 76 റിവേഴ്സ് അല്ല. അപ്പോൾ നാഷണൽ ഫോറസ്റ്റ് പോളിസി പറയുന്നതനുസരിച്ച് പരന്ന പ്രദേശങ്ങളിൽ 33% ഫോറസ്റ്റ് വേണം, ഹില്ലി റീജിയനുകളിൽ 67% ഫോറസ്റ്റ് റീജിയൻ വേണം എന്നുള്ളതാണ്. ഓക്കെ, യെസ് ഡിയർ വൺസ്, ദാറ്റ് മച്ച് വാസ് അവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഇക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നീ 3 ഇക്കോളജി ബോട്ടണി ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷൻ ഫേസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത പ്രോബ്ലം സെൻറ്റൻസുകളെ ബേസ് ചെയ്ത ക്വസ്റ്റ്യനിൽ മെമ്മറി അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അതിന് NCERT അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ വായിക്കണം. NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിമുകളെ കാണണം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി അല്ലേ? അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യണം. പ്രാക്ടീസ് ആസ് മച്ച് ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ. അത് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആവുക, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആവുക, അങ്ങനെ മാസ്റ്റർ ആവുക. വിത്ത് ദിസ് സെഷൻ നമ്മുടെ 30 days NEET ചലഞ്ച് ബോട്ടണി വൈൻഡ് ഓവർ ചെയ്യുവാണ്. നമ്മൾ ആദ്യ 2 സെഷൻസിൽ 2 വീതം ചാപ്റ്റേഴ്സിനെ കേട്ടിരുന്നു. പിന്നെയുള്ള സെഷൻസിലെല്ലാം 3 വീതം ചാപ്റ്റേഴ്സിനെയും കേട്ടുവെച്ച്
ടോട്ടൽ 19 ചാപ്റ്റേഴ്സ് ഓഫ് ബോട്ടണി. +1 11, +2 8, മൊത്തം 19 ചാപ്റ്റേഴ്സിനെയും ഡിസ്കസ് ചെയ്ത് കുറച്ച് വീതം ക്വസ്റ്റ്യൻസും കേട്ടിട്ടുണ്ട്. Okay, and it is not much suffice for cracking the NEET competitive exam. ഇത് അതിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നിങ്ങൾ ആസ് മച്ച് പ്രാക്ടീസ് ചെയ്ത് വർക്ക് ഹാർഡ് ചെയ്യണം. Okay, so thank you so much from the team of Target Online app, and all the very best for each and every one of you. Thank you so much for watching and listening me carefully, patiently, and I definitely appreciate your time and your patience. Thank you so much. Let me sign off. Myself Shabir Khan, and all the very best, all the wishes personally from me and from the team of Target. Thank you.